ഇന്നിപ്പോൾ നമ്മൾ വെച്ചാൽ ഒരു യാത്രയാണ്. നമ്മൾ കോട്ടക്കലൊക്കെ ഒന്ന് പോയി. കോട്ടക്കൽ രാവിലെയാണ്, അതിരാവിലെയാണ് പോകുന്നത്. കോട്ടക്കൽ പോയി പിന്നെ ഒരു ക്ഷേത്ര ദർശനം ഉണ്ട്. പിന്നെ അവിടെ തന്നെ രാവിലെ ചായപലഹാരം കോട്ടക്കൽ ഒരു നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. രാവിലെ ഒരു 6 മണിയോടുകൂടി ഞാൻ മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കൽ ടൗണ് വഴി അങ്ങനെ നേരെ ഇന്ത്യന്നൂർക്ക് പോവാണ്. അതാ നമ്മൾ ഇന്ത്യന്നൂർ ടൗണിലെത്തി. ഒരു ചെറിയൊരു ടൗണാണ്. പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്താണിത്, കിഴക്ക് ഭാഗമാണ്. അപ്പോൾ നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് എത്തി. ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്ര ദർശനം ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പുറത്തുള്ള കാഴ്ചകൾ, നമുക്ക് അകത്തെന്താ വെച്ചാൽ എന്തായാലും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കുന്നതല്ല ഒരു ക്ഷേത്രത്തിലും. അപ്പോൾ നമുക്ക് പുറത്തുള്ള ആ ഒരു ദൃശ്യങ്ങൾ ഒക്കെ ഒന്ന് കാണാം. ആയുർവേദ നഗരിയെന്ന് പുകൾപെറ്റ കോട്ടക്കൽ പട്ടണത്തിൽ നിന്നും കിഴക്കുമാറി ഏകദേശം 6 കിലോമീറ്റർ മണ്ണഴി ചേങ്ങോട്ടൂർ റൂട്ടിൽ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ഇന്ത്യന്നൂർ മഹാഗണപതി ക്ഷേത്രത്തിലെത്താം. പാടവും തോടും കുന്നും പറമ്പും തെങ്ങും കവുങ്ങും ഫലവൃക്ഷങ്ങളും കൊണ്ട് സമ്പന്നമായ കാർഷിക കേരളത്തിന്റെ പ്രകൃതി രമണീയമായ ദൃശ്യഭംഗി കൊണ്ട് അനുഗ്രഹീതമായ കൊച്ചു ഗ്രാമമാണ് ഇന്ത്യന്നൂർ. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരുപാട് പ്രത്യേകതകളും അപൂർവതകളും ഇന്ത്യന്നൂർ മഹാഗണപതി ക്ഷേത്ര സമുച്ചയത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മാതാപിതാക്കളോടൊത്ത് മകനായ സുബ്രഹ്മണ്യൻ ഇരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ശിവപാർവതിമാർ കുടുംബസമേതം മകനെ വളർത്തുന്നതായ സങ്കല്പം പ്ലാവിന്റെ ഒറ്റത്തടിയിൽ തീർത്ത 5 അടി ഉയരത്തിലുള്ള ദാരുശില്പം അതിമനോഹരമാണ്. നാറാണത്തുഭ്രാന്തൻ ആണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. ഗണപതി തെക്കോട്ടാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകളിലായാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ മിക്കവാറും പ്രതിഷ്ഠ. വളരെ അപൂർവമായി മാത്രമേ തെക്കോട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കണ്ടുവരുന്നുള്ളൂ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്. ഇന്ത്യന്നൂർ ദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന സമയം ശിവക്ഷേത്രമായിട്ടായിരുന്നു അത്രേ തുടക്കം. ക്ഷേത്രം പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. പ്രതിഷ്ഠാദിനം അടുക്കാറായി. പ്രതിഷ്ഠ നടത്തേണ്ടത് നാറാണത്തുഭ്രാന്തനാണ് എന്നൊരു അശരീരി ഒരു ദിവസം ഉണ്ടായത്രേ. എന്നാൽ ക്ഷേത്രാധികാരികളും പൂജാരികളും നാറാണത്തുഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തുന്നതിനെ അവഗണിച്ചു. എന്നാൽ ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്ന നാറാണത്തുഭ്രാന്തൻ പ്രതിഷ്ഠ നടത്താനായി കൃത്യസമയത്ത് ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. ഇതിൽ കുപിതരായ ക്ഷേത്രാധികാരികൾ നാറാണത്തിനെ അഭിഷേകത്തിന് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു അത്രേ. ഇതിൽ കുപിതനായി ക്ഷേത്രത്തിന്റെ തെക്കേ വാതിൽ കടന്ന് പുറത്തേക്ക് ഓടുന്ന നാറാണത്തുഭ്രാന്തൻ മുറുക്കാൻ മുഴുവൻ തെക്കേ ചുമരിലേക്ക് നീട്ടിത്തുപ്പി. നാറാണത്തിന്റെ ധിക്കാരം കണ്ട് അന്തം വിട്ടുനിന്ന ക്ഷേത്രാധികാരികളും ജനങ്ങളും ചുമരിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് തുപ്പലിന് പകരം തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന ഗണപതിയെയാണത്രേ. അന്നു മുതൽ ഗണപതി ചിത്രത്തിൽ ഗണപതി എന്നറിയപ്പെട്ടു അത്രേ. ഇന്നും ചുമരിൽ നിന്നും ഗണപതിയെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷമാണ് പൂജകൾ ആരംഭിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠകളായി ശിവനും മഹാവിഷ്ണുവും ഉണ്ടെങ്കിലും
ക്ഷേത്രം അറിയപ്പെടുന്നത് മഹാഗണപതിയുടെ പേരിലാണ്. ഇന്ത്യന്നൂർ മഹാഗണപതി ക്ഷേത്രം. ഗണപതിക്ക് വഴിപാടായി അപ്പം, ഒറ്റ, ത്രിമധുരം തുടങ്ങിയവ വിശേഷമാണ്. ശിവന് പ്രധാന വഴിപാടുകളായി ധാര, മൃത്യുഞ്ജയഹോമം, ശംഖാഭിഷേകം, പിൻവിളക്ക് തുടങ്ങിയവ വളരെ പ്രധാനമാണ്. മഹാവിഷ്ണുവിന് ചന്ദനം ചാർത്ത്, സഹസ്രനാമാർച്ചന തുടങ്ങിയെല്ലാം വിശേഷപ്പെട്ടതാണ്. ഇടവമാസത്തിലെ പൂയനാൾ പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നു. ഇതോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും പ്രസാദകൂട്ടും നടത്താറുണ്ട്. സംവത്സരങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിച്ചുള്ള ആഘോഷങ്ങൾ പതിവില്ല. ശാന്തതയാണ് ഇവിടുത്തെ ദേവീദേവന്മാർ ആഗ്രഹിക്കുന്നതത്രേ. ശിവപാർവതിമാർ പുറത്തു പോയപ്പോൾ ബാലനായ സുബ്രഹ്മണ്യനെ നോക്കുവാനായി നന്ദിയെ ഏൽപ്പിച്ചു. നടക്കുമ്പോൾ വീഴാൻ പോകുന്ന ബാലനെയാണ് തിരിച്ചെത്തിയ മാതാപിതാക്കൾ കണ്ടതത്രേ. ഇതിൽ കുപിതരായ രക്ഷിതാക്കൾ നന്ദിയെ പുറത്താക്കി വാതിലടച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെ കിഴക്കോട്ട് നട തുറക്കാറില്ല. വാതിൽ, മാടങ്ങൾ, നടവഴി, ബലിക്കൽപുര ഇവ ഒന്നിച്ച് വട്ടരങ്ങായി രൂപാന്തരപ്പെട്ടു എന്നർത്ഥം. അതിനാൽ ശ്രീകോവിലിന് മുന്നിൽ നിന്നല്ലാതെ ശിവനെ നേരിട്ട് കാണാനാവില്ല. ബലിക്കല്ലും നന്ദിയും പുറത്താണ്. വിദ്യാരംഭ ദിവസം മാത്രമേ ഈ നട തുറക്കുകയുള്ളൂ. രണ്ടാം ചേര രാജവംശത്തിലെ ഇന്ദുഗോദവർമ്മ എന്ന രാജാവ് പുതുക്കി നിർമ്മിച്ചതാണ് ക്ഷേത്രമെന്ന് ശിലാലിഖിത തെളിവുകളിൽ നിന്ന് ഏതാണ്ട് അനുമാനിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ദുഗോദനിൽ നിന്നായിരിക്കാം ഇന്ത്യന്നൂർ എന്ന സ്ഥലമുണ്ടായതെന്നും കരുതപ്പെടുന്നു. അതല്ല, ഇന്ദുഗോദവർമ്മപുരം കാലാന്തരത്തിൽ ഇന്ത്യന്നൂരായി പരിണമിച്ചിരിക്കാം എന്നും ഇന്ദുചൂടൻ ശിവൻ ഇന്ത്യന്നൂരായി തീർന്നതാവാം എന്നും ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത വാദഗതികളുണ്ട്. ഒരേ പേരിൽ തന്നെ പല സ്ഥലങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും ഇന്ത്യന്നൂർ എന്ന സ്ഥലപ്പേര് മറ്റെവിടെയും ഉള്ളതായി കേട്ടിട്ടില്ല. അപ്പോൾ നേരെ മുൻവശത്തിനായിട്ട് തന്നെ ക്ഷേത്രക്കുളം, പിന്നെ ഇവിടെ പുറകിലും ഇത് തൊട്ടപ്പുറത്തുണ്ട്. ക്ഷേത്രത്തിന് ഒരു വശത്തുകൂടി പോകുന്ന ആ ഒരു റോഡ്, ആ ഒരു റോഡിൽ നിന്നുള്ളൊരു ദൃശ്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു വശത്തുകൂടെ ഈ ഒരു റോഡ്. ഈ റോഡ് നേരെ അങ്ങ് കോട്ടക്കൽ ടൗണിലേക്കുള്ള ഒരു റോഡ് കൂടിയാണ്. പിന്നീട് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറേ നട ആ ഭാഗത്തേക്കാണ് പോകുന്നത്. പടിഞ്ഞാറേ നടയിൽ നിന്നുള്ള ആ ഒരു ദൃശ്യവും കൂടി നമുക്ക് കാണാം. ഇതാണ് പടിഞ്ഞാറേ നട. അപ്പോൾ ഇവിടെ ഇപ്പോൾ പടിഞ്ഞാറേ നട, കിഴക്കേ നട ആണ്
നമ്മൾ മുൻപിൽ കയറിയ ഭാഗം. ഇപ്പോൾ ഇവിടെ പടിഞ്ഞാറേ നട. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇന്ത്യന്നൂർ ക്ഷേത്രത്തിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെ, അധികം ദൂരമില്ല, ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ബോർഡ് കണ്ടത്, രുചി വനിതാ ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ രാവിലത്തെ ചായ വലാരം കഴിച്ച് പോട്ടെ. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണമെല്ലാം ഉള്ള ഹോട്ടലിനാണ്. ഞാൻ മസാല ദോശയ്ക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിലൊരു മസാല ദോശ വരട്ടെ. അപ്പോൾ രാവിലത്തെ ആ ഒരു ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശ, ഉഴുന്നുവട, പിന്നെ അതിലേക്ക് സാമ്പാർ, ചട്നി, ചമ്മന്തി ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.